പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദിയുള്ള മനസ്സോടുകൂടെ ആയിരിക്കണം ഇന്ന് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നന്ദി ഉണ്ടാവണം. സങ്കീർത്തകൻ പറയുമല്ലോ 52:9, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയും. എന്നേക്കും എന്നാ പറയുക. അപ്പം എപ്പോഴും കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കണം. ഞാനുണ്ടല്ലോ, അച്ഛൻ പലപ്പോഴും ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ഈശോയോട് നന്ദി പറയുമെന്ന് എനിക്കറിയത്തില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണത്തിന് മുമ്പ് ഈശോയെ നന്ദി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നന്ദി, ഓരോരുത്തരും എന്നെ കാണാൻ വന്ന് തിരിച്ചു പോകുമ്പോൾ നന്ദി, ഒരാൾക്ക് കുമ്പസാരക്കൂട്ടിലിരുന്നൊരു വിടുതൽ കൊടുക്കാൻ കഴിയുമ്പോൾ, ഈശോയുടെ സ്നേഹം കൊടുക്കാൻ കഴിയുമ്പോൾ നന്ദി. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, ഒരു നല്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, ചിലപ്പോൾ നന്നായിട്ടൊന്ന് പറമ്പൊക്കെ വൃത്തിയാക്കാൻ കഴിഞ്ഞാൽ നന്ദി പറയും, നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റിയാൽ നന്ദി പറയും. ഈ പൗരോഹിത്യം തന്നതിന് ഒരു ദിവസം എനിക്ക് വന്നത് 1000 പ്രാവശ്യം നന്ദി പറയുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം കുറച്ച് കൂടി പോകുന്നുണ്ട് അച്ഛൻ പറയുന്നതെന്ന്, പക്ഷെ സത്യമാണത്. 1000 വട്ടം ഈശോയ്ക്ക് നന്ദി പറയും. കാരണം നന്ദി പറയും തോറും കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ് തരിക. കാരണം ഞാൻ നന്ദി പറയുമ്പോൾ എന്താ പറ്റണേ, ഓരോ പ്രാവശ്യം കർത്താവിനെ ഓർക്കുക. ചിലപ്പോൾ ഇങ്ങനെ അൾത്താരയിൽ ഇന്ന് കുർബാന ചൊല്ലുമ്പോഴൊക്കെ ആയിരിക്കും ഈശോയോട് ഇങ്ങനെ നന്ദി ഇങ്ങനെ തിരയിളക്കം ഉണ്ടാവും മനസ്സിൽ. ഈശോയെ ദിവ്യബലി അർപ്പിക്കാൻ അവസരം തന്നതിന് നന്ദി. വചനം ഇങ്ങനെ മറ്റുള്ളവർ വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ വചനത്തെ പ്രതിയൊക്കെ നന്ദി പറയും. കൂടെ കൂടെ ഈശോയെ ഈശോയെ എന്നിങ്ങനെ നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്നൊക്കെ ഒരു ദിവസം 1000 വട്ടം പറയുമായിരിക്കും ഞാൻ. കാരണം ഇതൊക്കെ എനിക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാനുള്ള നന്ദിയാണ്. കാരണം ഈ ഒരു ജീവിതം തന്നതിന്, ഈ ജീവിതാന്തസ് തന്നതിന്, ഒരു ധ്യാനഗുരുവൊക്കെ ആയിട്ട് മാറാൻ സാധിച്ചതിന്, ഈശോയെ ആരാധിക്കാൻ സാധിക്കുന്നതിനൊക്കെ നന്ദി. ഇതുപോലെ നിങ്ങളും ഉണ്ടല്ലോ, ഈശോയ്ക്ക് നന്ദി പറഞ്ഞിപ്പോ അപ്പോൾ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹം ഉണ്ടാവും. സത്യം അച്ഛൻ പറയണം. അച്ഛനെ ചോര കൊണ്ട് അച്ഛൻ എഴുത്തര സത്യം. നന്ദി പറഞ്ഞിപ്പോ ഇപ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് തരും. 10 കുഷ്ഠരോഗികൾ വന്നിട്ട് 9 പേര് വന്നില്ല, ഒരാൾ വന്നാ നന്ദി പറഞ്ഞ്, ആ ഒരാളിന്ന് നീ ആവട്ടെ കേട്ടോ. നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ നിന്റെ ഹൃദയവും ജീവിതവും മനസ്സും ആത്മാവും ഒക്കെ ഈശോയിൽ നിറയട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങേക്ക് 1000 നന്ദി. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.